ഷവോമിയുടെ MI11 ഗ്ലോബൽ ലോഞ്ച് ഇപ്പം കൺഫേം ആയിരിക്കുകയാണ്. ഈ ഒരു ഫോൺ മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണാണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം കൺഫേംഡ് ആണ്. സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MI11 6.81 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഉപയോഗിക്കുക. പിന്നെ ഈ ഫോണിൽ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതായത് 4 ഭാഗത്തും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ MEMC ടെക്നോളജിയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1500 നിറ്റ്സ് ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ JNCD ഏകദേശം 0.38 അതുപോലെ തന്നെ ഡെൽറ്റ ഇ ഏകദേശം 0.41 ആയിരിക്കും വരിക. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളർ അക്യൂറസി ഉള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഷവോമി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കളർ കാലിബ്രേഷൻ അൽഗോരിതം ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നതായിരിക്കും. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ വീഗൻ ലെതറുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 196 ഗ്രാം ആയിരിക്കും. ഫോണിൻ്റെ തിക്നെസ് വരിക ഏകദേശം 8.06 mm ആയിരിക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ചൈനയിൽ ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ലോഞ്ച് ചെയ്തിരുന്നു. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വന്നിരുന്നത്. പിന്നെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും ലോഞ്ച് ചെയ്തിരുന്നു. പിന്നെ ഇന്ത്യയിൽ ഈ ഫോണിൻ്റെ 8GB റാം വെർഷൻസ് മാത്രമേ ലോഞ്ച് ചെയ്യുള്ളൂ എന്നാണ് റിപ്പോർട്ട്. 12GB റാം വെർഷൻ ലോഞ്ച് ചെയ്യില്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ഫോണിൽ LPDDR5 റാം ആയിരിക്കും ഉപയോഗിക്കുക. പിന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരില്ല. അത് നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ VC ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി പോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്യുവൽ ഫ്രീക്വൻസി GPS ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഹാർമൻ കാർഡൻ ട്യൂൺ ചെയ്തിട്ടുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Android 10 ബേസ് ആയിട്ടുള്ള MIUI 12 സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് ആയിരിക്കും വരിക. 108 MP f1.85 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസർ ആയിരിക്കും വരിക. സെൻസർ സൈസ് വരിക 1/1.33 ഇഞ്ച് ആയിരിക്കും. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 13 MP f2.4 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വരിക 123 ഡിഗ്രി ആയിരിക്കും. പിന്നെ 5 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ടെലി മാക്രോ ലെൻസും വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 20 MP f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 4600 mAh ബാറ്ററി വരും. ഈ ഫോണിൽ 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരുന്നത് ഏകദേശം 45,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിലും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഫോണിൻ്റെ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഗ്ലോബലി ഈ ഫോൺ 55,000 രൂപ പ്രൈസ് റേഞ്ചിലും ഇന്ത്യയിൽ ഈ ഫോൺ 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. എന്തായാലും വിലയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോൺ February 8-നാണ് ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ദിവസം ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യില്ല. ഈ ഫോൺ ഗ്ലോബലി മാത്രമേ ലോഞ്ച് ചെയ്യുള്ളൂ. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. ഷവോമി തന്നെ ആ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.